അതാ ഗൈസ് പറ. ഇത് നൈറ്റിലെ സ്റ്റോറി ടൈം പറയട്ടെ. ഇത് ഞങ്ങൾ റൂമിൽ കയറി ഞങ്ങൾ താഴെ നിന്ന് സംസാരിക്കുമ്പോ ഒരു കപ്പിളും എൻട്രി ചെയ്തു. റൂം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മ ഫസ്റ്റ് എടുത്ത് നമ്മൾ റൂമിൽ കയറിപ്പോയി. നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിലേക്കാണ് അവന്റെ റൂം വന്നത്. നമ്മ എന്നിട്ട് റൂമിൽ കയറി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോ ഇവര് ഈ കപ്പലിലെ ചെക്കൻ വന്നിട്ട് വിളിച്ച് തട്ടിണ്ടായിരുന്നു. എന്നിട്ട് അവര് ഇങ്ങോട്ട് പോകണ്ട്, ലൈക്ക് ക്ലബിൽ പോകണ്ട്, നമുക്ക് കൂടെ വരുന്നുണ്ടോ, നമുക്ക് ഒരുമിച്ച് ഓട്ടോ എടുക്കാം അറിയാമുണ്ട്. ആള് ഇംഗ്ലീഷില് പറഞ്ഞ ആദ്യം, ഹിന്ദിയില് പറഞ്ഞേ. എന്നിട്ട് ആള് ചോദിച്ചു നിങ്ങൾ എവിടത്തെയാ ചോദിച്ചു. ഇച്ചു പറഞ്ഞു കേരളയിലാന്ന് പറഞ്ഞപ്പോ ഇതമ്മ റൗണ്ട് എടുത്ത് പോണായിരുന്നു. അങ്ങടെ അപ്പൊ നമ്മള് തല കുളിച്ചെന്നെയാണ് അല്ല ഇതാ. എന്നിട്ട് പറഞ്ഞ ആള് ഹിന്ദിയില് പറയായിരുന്നു. നമ്മൾ എവിടെയാന്ന് ചോദിച്ചപ്പോ നമ്മള് കേരളം ഞാനും മലയാളിയാണ്, ആലപ്പുഴ. പക്ഷെ ജമ്മുന്ന് വരാന്ന് പറഞ്ഞ് നമ്മള് ഹിന്ദിക്കാരെന്ന് വിചാരിച്ചോണ്ടാണ് ആളെ ഹിന്ദി സംസാരിച്ചത്. താഴെ നമ്മ എന്താ പറയാ മറ്റേ റിസപ്ഷനില് ഹിന്ദിയിലായിരുന്നു സംസാരിച്ച. അവിടുത്തെ ആക്കള് ഹിന്ദിയില് സംസാരിക്കണ്ടായിരുന്നെ. ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് സംസാരിച്ച. അപ്പൊ ആള് ഈ ചെക്കൻ വിചാരിച്ചത് നമ്മൾ ഹിന്ദിക്കാരായിരുന്നു. എന്നിട്ട് കൊറേ പ്രാവശ്യം ചോദിച്ചു വാ ഒരുമിച്ച് പോവാന്ന്, ഓട്ടോറിക്ഷ എടുക്കാം, നമുക്ക് ഒരുമിച്ച് പോവാ വൈബാവാന്നൊക്കെ. അപ്പൊ ആള് പറയണ വീണ്ടും നിർബന്ധിക്കുക. എന്റെ ഗേൾ ഫ്രണ്ട് കർണാടകയാണ്. കൂടെ വന്ന കുട്ടി രാവിലെ തന്നെ പോവും. 6 മണിക്ക് മോർണിംഗ് പോകും. ക്ലബ്ബൊന്നും പറ്റില്ല. ഞങ്ങൾ ക്ലബ്ബിൽ പോയിരുന്ന രാത്രി. പക്ഷെ നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ വേറായിട്ട് പോയി. അവർക്ക് പക്ഷേ നമ്മൾ കാലത്ത് 6 മണിക്ക് എനിക്ക് പോവും. 6 മണിക്ക് എനിക്കില്ല, 10 മണിയാവണം. അപ്പൊ 6 മണിക്ക് എനിക്ക് പോവും. അപ്പൊ ഞങ്ങക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവര് സമ്മതിക്കല്ല. വാ ഇത് സെക്കൻഡ് ടൈമാണ്. മുന്നേ നമ്മള് കൊടൈക്കനാലോ ഇപ്പൊ കുറെ ഇന്ത്യക്കാർ വന്നിട്ട് ഇതെന്നെ ഡയലോഗ് നമുക്ക് പാർട്ടി ചെയ്യാം, ചില്ല് ചെയ്യാം പറഞ്ഞ് നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പൊ ഡേറ്റേക്ക് പേടി അങ്ങനെയൊക്കെ പറയാമോ? പൊളൈറ്റ് ആയിട്ട് പറയണം. അന്ന് ഭയങ്കര റോഡ് മാതിരി പറഞ്ഞ ഇവരൊക്കെ എന്തിനാ വന്ന ഇച്ചു പറയണേ സംതിങ് ഫിഷി ആണത്. സംതിങ് ഫിഷി ഇല്ല, നല്ലതാ. ചക്കന് തരുന്ന അമ്മയുണ്ടാവും. അല്ല ഇന്നലെ വന്ന ചക്കൻ എന്തോ ഫിഷി തോന്നി. അന്നൊന്നും ചെക്കന്മാരെ പാവങ്ങളായിട്ട്. അന്നൊരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ് ആയിരുന്നു. ഒരു എൽട്ടിക്ക് തോന്നണോ. 7 ബോയ്സ് അല്ല, ഫുള്ള് ബോയ്സ്. ലൈക്ക് ഒരു യൂത്ത് 25 to 25 in between പിള്ളേരായിരിക്കണം. കോളേജ് പഠിക്കുന്ന പിള്ളേരാണോ? എന്നിട്ട് അവരുടെ പാർട്ടിയുടെ കൂടെ ഞാൻ യാഷിയുടെ ഷർട്ടാണ് ഇട്ടിരിക്കണത്. അപ്പൊ ആൾക്കാര് നിങ്ങളുടെ അടുത്ത് ഞാൻ ബോട്ട് അല്ല നിങ്ങള് ഗേൾസ് ആരെങ്കിലും നമുക്ക് കമ്പനി കൂടാൻ ഇപ്പൊ സംഭവിക്കുന്നത്. അതപ്പോ ബോയ്സ് വിളിക്കാൻ ബാധിച്ചു. ബോയ്സ് ഇടിയുന്നില്ല. ഓക്കെ ബൈ. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലത്തപ്പാണ്. ഞാൻ ഹംഗ്രി. 12 കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ കഴിക്കട്ടോ. ഇന്ന് തന്നെ ലിപ്സ്റ്റിക് ഒക്കെ നല്ല ഭംഗിയല്ലേ ഇതില് കാണുന്നത്. വായിച്ചേ വായിക്കുന്നത് ആ ലേക്കാണ്. നമ്മള് പറഞ്ഞ വഴിക്ക് കണ്ടതാണ്. വെരി ഗുഡ് അറ്റ് റീഡിങ് തിങ്സ്. ഒരു സാധനം പോലും നമ്മൾ മര്യാദയ്ക്ക് പ്രൊണൗൺസ് ചെയ്തിട്ട് വീഡിയോയില് കാണിച്ചില്ല. ഒക്കെ നമുക്ക് തോന്നി പോലെ വായിക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ ഈ ലേക്കില് വന്നപ്പോ നല്ല ഫുള്ള് ലോട്ടസ് അടിപൊളി ലേക്കുണ്ടാവും. ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റിയ സ്ഥലമില്ല. ഇവിടെയാണ് ഇറങ്ങാനുള്ള സ്ഥലം കണ്ടത്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങി. പറ ലോട്ടസ് ലേക്ക് എന്താണ്
അല്ല അവിടെ ഒക്കെ ലോട്ടസാ. ഇവിടെ കുറച്ചുള്ളൂ, പക്ഷെ ആ അറ്റത്ത് നിറച്ച് ഈ ഏരിയയിലുള്ള ആൾക്കാർക്ക് അതൊക്കെ രാത്രിയൊക്കെ വന്നിരുന്ന് ഇത് ഇത്ര വലിയ ലേക്കാ. ഇത് കൈൻഡ് ഓഫ് ഡാം പോലെ ഉണ്ടല്ലേ. ഇവിടെ ബോട്ടിങ് ഉണ്ട്, എല്ലാരും ഉണ്ട്. ചേച്ചി അതാണോ കപ്പിൾസ് ആണോ? അവരാണോ കപ്പിൾസ്? അത്രയും വലിയ ഡ്രസ് ഇട്ട് വന്നിട്ട് അതാണ് ഫുൾ ഓഫ് ലോട്ടസ്. കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല. അവിടെ നിങ്ങൾക്ക് കാണാം, അത് ഫുൾ ഓഫ് ലോട്ടസ് ആണ്. ഓക്കെ, ഒക്കെ വിരിഞ്ഞ് കണ്ടത് അത് ഫുള്ള്. ആ സൈഡിൽ വ്യൂ നോക്കുമ്പോൾ ഫുള്ള് നല്ല ലോട്ടസാണ്. ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ട്, നിറച്ചും ലോട്ടസ്. അപ്പോൾ അവിടെ നിന്നൊരു വ്യൂ ഉണ്ടെങ്കിൽ സൂപ്പർ കാണാൻ വ്യൂ ആണ്. ഡിറ്റ ഓടുന്നു, ഡിറ്റ ഷോ കാണിക്കാൻ വേണ്ടി ഡിറ്റ ഓടുന്നെടുക്കാൻ പറഞ്ഞു. ആടെ ഇത്ര പ്ലേസ് ഉള്ളൂ കേട്ടോ, പക്ഷെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലമുണ്ട്. ഇവിടെ വന്ന രാത്രിയല്ല ഇപ്പൊ വന്നിരിക്കാനെങ്കിൽ വൈബ് ഉണ്ടല്ലേ. ഞാൻ ചൂട് ശരിക്കും ലൈക്ക് വർക്ക് IT ജോബുള്ളവർക്കൊക്കെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് ചെയ്യാണെങ്കിൽ വൈബായിരിക്കും അല്ലേ. ഇപ്പൊ സമയം സാറ്റ് 10 ആയിട്ടുള്ള, എന്നിട്ടും ഒരു ചൂടോ ഒന്നുമില്ല. 12 മണിക്കായാലും ഇതേ ഫീൽ തന്നെ ആയിരിക്കും. വൈകിട്ട് ഭയങ്കര വൈബായിരിക്കും, കാരണം ഇവിടെ നിറച്ച് മരങ്ങളാണ്. കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ഏറ്റവും വലിയ ലേക്കാണോ? ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ലേക്കാണ്. നീ കണ്ടതിലോ? അതിന്റെ ലൈക്ക് റോഡും കാണാൻ നല്ല ഭംഗി, നല്ല ഗ്രീനറി വന്ന് ചെല്ല് ചെയ്യാൻ. നമുക്കിപ്പോ ഇരുന്ന് ഇരിക്കാനുള്ള സമയമില്ലാത്തോണ്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് വീട്ടിലെത്തണം. എല്ലായിടത്തും കയറി വരുമ്പോ നല്ല ലേറ്റ് ആവും. സോ ഞങ്ങൾ അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് വി ആർ മൂവിങ്. എന്നിട്ട് ഞങ്ങളിപ്പോ എല്ലുണ്ട കഴിക്കാൻ പോവാണ്. ഈ 3 മമ്മി പാക്ക് ചെയ്തതാ. 4 ഒരാൾക്ക് 2 വെച്ച് മമ്മി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഈ ട്രീസ് ആണ്. ഒരു വേറൊരു സ്ഥലത്തേക്ക് വന്ന മാതിരി. ഇത് മറ്റേ സാധനം ഇനി നടക്കില് ഇറങ്ങാൻ പറ്റൂ. ഇത് മറ്റേ നമ്മ വെടിച്ചാൽ ആദ്യം ഒട്ടിക്കാൻ പറ്റുന്ന സാധനം. നമുക്ക് പണ്ട് ചെറുതില് കളിക്കണത്. അറിയാവുന്നൊരു കമന്റ് ചെയ്യാം. ഇതേ നോക്ക്, നമ്മ ഇങ്ങനെ ചെറുതില് കളിക്കില്ലേ. പിടിച്ചേ, ഞാൻ കാണിച്ചരാ. അല്ല, ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിക്ക. ഇതിങ്ങനെ തന്നെ വെക്കാനും പറ്റുമോ? എന്റെ കൈമ കപ്പലിന്റെ മിഠായിയുടെ ഒട്ടി കണ്ട. ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ബേബി പിങ്ക്. നമ്മളപ്പ കുഞ്ഞിറോട്ടിന്ന് മാറി ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഇങ്ങനെയായിരിക്കും. ഞങ്ങൾ ഇതുവരെ ചായ കുടിച്ചില്ല. പോണ്ടിച്ചേരിയില് വരെ, പക്ഷെ നമ്മ വരെ നല്ല കഫേ കയറിയല്ലേ. നമ്മ അവിടെ നിന്ന് സംസാരിച്ചത് അവിടെ സമയം കൊറേ പിന്നെയുമ്പോ
എനിക്കാണ് ആൾക്കാര് കേരളക്കാര് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി വരണം നമ്മളെ പക്ഷെ ഗൂഗിൾ മാപ്പ് വെച്ചാൽ ഞങ്ങള് കുപ്പിയൊന്നുമില്ല കേട്ടാ. നോക്കിയപ്പോ ബാക്കിലും ആരുമില്ല ഫ്രണ്ടിലും ആരുമില്ല. ഇങ്ങനെ പിടിക്കുമ്പോ കാണാം നമ്മ മാത്രം. നൈസ്. നല്ല റോഡും നല്ല റോഡും അല്ല അത് പൊത്തി പിടിച്ച്. ശരി. അപ്പൊ മെയിൻ റോഡിൽ നോക്കുമ്പോ ആര്യാസൊക്കെ ആര്യാസ് ജയിക്കാം, ബാലാജിന് ബാലാജി ജയിക്കാം. അങ്ങനെ ഒരു വലിയ പേരുള്ള കട, പക്ഷെ വലിയ കടയാണ്ടാവും. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് സമയം കഴിഞ്ഞു. ഇപ്പൊ 11:30 ആയതുകൊണ്ട് ദോശ സാധനം ഇപ്പൊ വീണല്ലേ. ദോശ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു എന്തോ സാധനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല. എച്ചുവിന്റെ കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ചു. ആണ് എച്ചു പറഞ്ഞ സാധനം. എച്ചു പ്ലീസ് ടേസ്റ്റ്. കഴിക്കുന്നു. ഇതാണ് ആദ്യമായിട്ട് ഞാൻ കഴിക്കണേ കേർഡ് റൈസ്. ഇത് തൈര് സാധനം റൈസിൽ വെച്ച് കേർഡ് വെച്ചിട്ട് മുളകിട്ടിട്ട് ടേസ്റ്റ്. മുളകെടുത്ത ഇതാണ് ഇവിടെ സ്ഥലം. നമ്മുടെ സ്പൂണായിരുന്നാ? അല്ല നമ്മുടെ സ്പൂണല്ല, വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ചപ്പാത്തി ഓർഡർ ചെയ്തു. അത് ഇന്നപോലെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് മമ്മിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് എന്തിട്ട് മമ്മിക്ക് ഞാൻ ബാക്കി വെച്ചെന്ന് പറയാം. പിന്നെ ഇവിടെ റേറ്റ് 165 ആണ് വന്നേക്കണേ. കോഫിയൊക്കെ അടിപൊളി തന്നെയായിരുന്നു. എല്ലാം എവർത്തിങ് ഇസ് ഗുഡ്. അപ്പം നല്ല ഈ വഴി വരാണെങ്കിൽ കയറി കഴിച്ചോ. അതിനകത്ത് നല്ല മുഖമാണ്. ഇവിടുത്തെ ആദ്യത്തെ ഫുഡ് ദൈവത്തിന് വെച്ചതെന്നാണോ അതോ ഫുഡിൻ്റെ ഡിസ്പ്ലേ ആണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഫുഡ് ഇവിടെയുള്ള ഫുഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഫ്രണ്ടിനെ വെച്ചിട്ടുണ്ട്. ഇതാണ് കടയുടെ പേര്, ഹോട്ടൽ ശ്രീ ബാലാജി ആര്യാസ്. കുറേ സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട്. നല്ല ഫുഡാണ് കേട്ടോ. ഇതാണ് കടയുടെ ലൊക്കേഷൻ, സ്ഥലം, പേരും കാര്യങ്ങളും. പക്ഷെ രസമുണ്ട്. ബ്രാൻഡൊന്നുമില്ലേ? മിൽക്കി മിസ്റ്റ് ഇല്ലാണ്ട് ഇവള് ചാത്തൻ ബ്രാൻഡ് മേടിച്ചു. പക്ഷെ രസമുണ്ട്. അതെ 3 o'clock ഇന്നത്തെ ലഞ്ച് കഴിക്കാനായിട്ട്. എവിടെയായിരുന്നു? ശരവണ ഭവനിലാണ് നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട്. നമ്മൾ വേറെ ഒന്നുമല്ല, ഞങ്ങൾ നോർമൽ ഗീ റോസ്റ്റാണ് പറഞ്ഞേക്കണം. കഴിക്കാൻ പോകുന്നത് 3:30. കഴിക്കുന്ന സമയം 3:30. 3 മണി. എങ്ങനെയുണ്ട്? നമ്മുടെ അവിടുത്തെ അത്ര ഉണ്ടാ? ചട്നി സൂപ്പറായിട്ട്. ചട്നി സൂപ്പറായിട്ട്. 3 മണിക്ക് നല്ല തിരക്കാണ് കേട്ടോ, ഫുള്ളാണ്. ഞാൻ കഴിക്കട്ടെ.
ഉണ്ടല്ലോ, എനിക്കതിഷ്ടം. എനിക്ക് അതാ ഇഷ്ടം. ദോശ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കാറില്ല അങ്ങനത്തെ ദോശ. എനിക്കിഷ്ടമാണ്. എങ്ങനെയുണ്ട് കണ്ണൂറാ. ചട്നി സൂപ്പറല്ലേ? ഇത് 2 ചട്നി ഉള്ളൂ. അതെ, അവിടെ വേറെ ചട്നി ഉണ്ട്. ശരിയാണിത്, യെല്ലോ കളർ. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടമായി. മധുരം ഉണ്ടെന്നാലും ഭയങ്കര എസെൻസിൻ്റെ ടേസ്റ്റ്. പൈനാപ്പിൾ എസെൻസ് ആണ്. എനിക്ക് ജാമ കഴിക്കണോ ഞാൻ. ഭയങ്കര എസെൻസ്. നല്ല കോഫിയോ? കോഫി അല്ല. ഇതിന്റെ കോമഡി പറ. നമ്മൾ പകുതി കഴിച്ചു കഴിഞ്ഞിട്ട് ദോശ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഈ സാധനം കൊണ്ടു വെച്ചു. ഞങ്ങൾ രണ്ടൊരു എക്സ്പ്രഷൻ കണ്ട ആള് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിച്ചോളൂ. ഇതിന് കൂടെ ഉള്ളതായിരിക്കും. പിന്നെ തന്നു. ഗീ റോസ്റ്റഡ് 121 ആണ്. പിന്നെ കോഫിക്ക് 35. ഫിൽട്ടർ കോഫിയാണ്. പക്ഷെ നാട്ടിലെ ശതമാനില് 60-70 കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഡിറ്റ് ഇത്ര ബാക്കി വെച്ചു. മമ്മിയെ നോക്കി നോക്കോട്ടാ, ഞാൻ എത്ര ബാക്കി. ഡിറ്റയുടെ ദോശ ഫുള്ള് എടുത്ത് എന്താ ബാക്കിന്ന് ഇത്ര ഉള്ളതാ. എനിക്ക് എണ്ണിതൊരു ദോശ ഡിറ്റയുടെ ബാക്കിയാണ്ട. മമ്മിയെ തെറി പറഞ്ഞേക്കട്ടാ, ചീത്ത പറഞ്ഞേക്ക. എനിക്ക് ഈ ക്രസ്റ്റാണ് ഇഷ്ടം. ഇത് ക്രസ്റ്റാണ്. ആ കഴിക്ക്. ഇതിറങ്ങി ചേട്ടോ 1.5 ദോശ മേടിച്ചാൽ മതി. ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കണ്ടില്ലേ, കടയുടെ പൂജിക്കാൻ വെച്ചാണ്. മേഘത്തിന്റെ ഭംഗി നോക്കി. എന്റെ ഫോണില് ഭംഗി, മേഘത്തിന് ഭംഗി കണ്ടത്. ഞങ്ങളിൽ ഇപ്പൊ ജസ്റ്റ് പോലീസ് മേടിച്ചു. എന്നുവെച്ചാൽ വണ്ടി നിർത്തി പേപ്പേഴ്സ് ഒക്കെ നോക്കാനായിട്ട്. 2-3 പോലീസുകാരുണ്ടായിരുന്നു. ഒരാൾ പിടിച്ചത്. ആ പിടിച്ച സൈഡിൽ നിർത്തിയിട്ട് ആള് ഇതേ ഡി ഡി വണ്ടി നോക്കുന്ന പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അവര് അവിടെ ചേർന്ന ഡിസ്കഷൻ, ഡൽഹി വണ്ടിയാണോ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ പണ്ടന്മാര് ഡൽഹി അല്ല. അല്ല, ഈ വണ്ടി കാണുമ്പേ ഫസ്റ്റ് ഞങ്ങൾ നാട്ടിലോടിക്കുമ്പോ ചോദിക്കാന്നറിയോ, ഡെറാഡൂണാണോ ഡൽഹി ആണോ? ഈ 2 പേര് ചോദിക്കട്ടെ. വണ്ടിയോ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. എന്നിട്ട് അവര് നമ്മുടെ അടുത്ത് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചു. വണ്ടി അവരെ ഫോണിൽ നോക്കിയപ്പോ പേപ്പേഴ്സ് ക്ലിയർ ആണ്. സോ അത് കഴിഞ്ഞിട്ട് എന്റെ പേര് ചോദിക്കല്, ഇച്ചുവിന്റെ പേര് ചോദിക്കല്. എന്റെ പേര് 10 ടൈംസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിത്യ. അപ്പൊ ആള് ദിത്യ. ഞാൻ പറഞ്ഞു ദിത്യ. ആള് പേര് ദിത്യ. ഞാൻ പറഞ്ഞു വൈകില്ല ഡിറ്റ. 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലായി ഡിറ്റ. അത് കഴിഞ്ഞിട്ട് ആള് ഇച്ചുവിന്റെ പേര് വെച്ചു രാഹുൽ. അപ്പൊ അത് പറയാണ് രാഹുൽ നല്ല പേര്, ഈ ഡിറ്റ എന്നിട്ട് പേര്. പിന്നെ അവരുടെ ഒരു വിഷമം പറഞ്ഞു, നിങ്ങളൊക്കെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ചെയ്യും. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചുവിന്റെ ബിസിനസ്, ഈ വണ്ടി ഫാദറിനും ബിസിനസ്. അപ്പൊ ആള് എനിക്ക് ബിസിനസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആള് പറയാണ് നിനക്കും ബിസിനസ്, ഭാര്യക്കും ബിസിനസ്. അപ്പൊ ഈ ഗവൺമെന്റ് ജോലിയൊക്കെ ആരെടുക്കും ഞങ്ങളുടെ ഭാര്യന്ന്. പിന്നെ ആള് ചോദിക്കണ വേറെ ചോദിച്ചാ ഭർത്താവ് ഭാര്യ മലയാളം ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതിന് മലയാളത്തിൽ എന്താ പറയാ? മലയാളത്തിൽ എന്തിട്ട് പറയാ? ഹസ്ബൻഡിനെ ഭാര്യന്നല്ലേ മലയാളത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഭാര്യ കേട്ടു. അതിന് ആള് ചോദിക്കണ ഭാര്യയില്ല, വേറെ എന്താ വേറെ ഭർത്താവ്. ഭർത്താവ് എന്നാണല്ലേ. അപ്പൊ ആൾക്ക് പക്ഷെ ഒന്നും മനസ്സിലാവണ്ടേ. അതൊരു ചില്ല് വൈബിലായിരുന്നു. അത് കാണുന്ന കോമഡി കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം ഭാര്യ, ഹീസ് ഭർത്താവ്. അപ്പൊ ആള് ഓക്കേ. ആള് ഭയങ്കര രസമുള്ള നല്ല അടിപൊളി 2 പേരും. അയാളുടെ പേര് മുരുകേശ് എന്നാണ്. അപ്പൊ ആള് നമ്മുടെ പേര് ചോദിച്ചു. എന്റെ പേര് കളിയാക്കിയപ്പോ എന്റെ പേര് പൊട്ട പേര് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു സാറിന്റെ പേര് എന്തിട്ടാന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു മുരുകേശ്വർ എന്തോ ഇനീഷ്യൽ. ഞാൻ ടിങ്കിന്നായിട്ട് ടിങ്കി AR-ന്നോ അങ്ങനെ എന്താ. ഇയാള് 2 നല്ല വൈബ് പോലീസുകാരായിരുന്നു. ഞാൻ പറഞ്ഞ വീട് എടുക്കാൻ ടിങ്കിക്ക് പേടി, വീണ്ടും പേടി.
പിടിച്ചു. പിന്നെ അയാൾ എന്ത് വേറെ എന്തോ പറഞ്ഞല്ലോ, ലവ് മാരേജ് ലവ് മാരേജ് ആണോ അങ്ങനെ ചോദിച്ചു. ഞങ്ങളോട് അറിയാം പിന്നെ ബിസിനസ് ആണോ എന്നൊക്കെ വേറെ കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവര് ബോറടിച്ച് നിൽക്കായിരുന്നു. സോ ദേ വാണ്ടഡ് സം എന്റർടൈൻമെന്റ്. അതിന് രജിസ്ട്രേഷൻ വേറെ ചെയ്തുകൊണ്ട് പിടിച്ചതായിരിക്കും. പോലീസുകാരാന്ന് തോന്നുന്നു, നല്ല വൈബിൾ ആൾക്കാരായിരുന്നു. ചില്ല് ചെയ്യാൻ വേണ്ടി കോളേജ് ഫ്രണ്ട്സ് ചില്ല് ചെയ്യണവരായിരുന്നു. അതൊക്കെ പറഞ്ഞിരുന്നു. തമിഴ്നാട് പോലീസുകാർ നല്ല കേട്ടോ. എല്ലാരും ഇങ്ങനെയാണെന്നില്ല, ഇവര് ജസ്റ്റ് വൈബ് ചെയ്യാൻ വേണ്ടി പിടിച്ചു. അത് സംസാരിച്ചു കളിയാക്കി. ഇന്നലെ പോണ്ടിച്ചേരില് പിടിച്ചവരും വേറെ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. അതിന് പേപ്പേഴ്സ് എല്ലാം നോക്കിയല്ലേ. ശരിയാണ്. പക്ഷെ മറ്റാ പിള്ളേരോട് മോനെ ഈ പേപ്പറാണ് നിന്റെ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇത് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ കാണിച്ചു കൊടുത്ത പേപ്പർ അതിലേതാ PUC. അത് കാണിച്ചിട്ട് അയാള് വേറൊരു ചേട്ടൻ എടുത്ത ആളിലേക്ക് ആ പേപ്പർ ഉണ്ടായില്ല. ഈ പേപ്പറാണ് ഞാൻ ചോദിച്ചത്, ഇത് മോനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കണു. എന്തൊക്കെ കോമഡിയാ. ഇപ്പൊ എത്ര മണിയായി? 6:24. നമുക്ക് ഇച്ചിരി ബ്ലോക്ക് കിട്ടി. അപ്പൊ എത്ര മിനിറ്റ് ലേറ്റ് ആയ? ഇച്ചിരി 10-15 മിനിറ്റ്സ് കൂടിയിട്ടുള്ള 9:11 എത്തുന്നാണ് കാണിക്കണത്. പക്ഷെ നമ്മ ഇനിയും ഒന്നുകൂടി ഹോൾഡ് ചെയ്യായിരിക്കും. ചായക്ക് കുടിച്ച് ഫ്രഷായി. ക്ലൗഡ്സ് ഒക്കെ താഴെ നിൽക്കണ പോലെ ഉണ്ടല്ലേ. പോലീസായി നിൽക്കുന്നു. ഈ പാട്ട് ഏതാന്നറിയാം? മൂക്കി കഴിയുന്നു. മോശം മോശം. ഈ പാട്ട് ഏതാന്ന് പറ. ഞങ്ങൾ ചായക്കടയില് ഞാൻ ബൂസ്റ്റ് കുടിച്ചു, ലെമൺ ടീ കുടിച്ചു. ശരിക്കും പറഞ്ഞ മൂത്ര വയ്ക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ എന്തായാലും കുടിക്കാന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് 2 hours കൂടെ ഉണ്ട് പോവാൻ. ഇതാണ് ഹോട്ടല്. ഞങ്ങൾ അതിന് സൈഡിലിരുന്ന് കഴിച്ചു. നമ്മുടെ കാർ. ലെറ്റ്സ് ഗോ. കാശ് ഇട്ടില്ലല്ലേ? കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാശ് കൊടുക്കൂ. യെസ്, ആസ് യൂഷ്വൽ നമ്മളെല്ലാം കറങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാണിക്കുന്ന വീഡിയോ ദിസ് ടണലാണ്. ഇത് കഴിഞ്ഞാ മറ്റേ നാടകത്തിൽ അവസാനം മറ്റേ സ്റ്റേജ് കാട്ടുമായി ഞാൻ ഒരു ബ്ലാക്ക് ഔട്ട് കൊടുത്തിട്ട് വീഡിയോ നിർത്തത്തേക്കും. ഫ്ലാഷ് ഓണാണോ? ഫ്ലാഷ് ഓണോ? കറക്റ്റ് വീഴാറായിട്ടില്ല. കറക്റ്റ് ഇപ്പൊ വീഴുള്ളൂട്ടാ. 10 സെക്കൻഡ്. നമുക്ക് ഇന്ന് വീട്ടിലെത്തുന്നത് കൂടി വേണമെങ്കിൽ വീട്ടിലെത്തണ ഞാൻ എത്ര കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തു പറയാം. ടോട്ടൽ കിലോമീറ്റേഴ്സ് ചെലവ്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാം വീഡിയോ എൻഡ് ചെയ്യാറ്. കറങ്ങാൻ പോണ വീഡിയോസ് ഒക്കെ, സംസാരിക്കാത്ത വീഡിയോ, മുന്നിട്ടിരുന്ന വീഡിയോസ്. ആ വീഡിയോ കാണണമെങ്കിൽ ID പറഞ്ഞു. ID കിറ്റാച്ചു KITTTCHU. പ്ലേലിസ്റ്റിന് പേര് പറയാം. സോ നമ്മൾ ഇരിഞ്ഞാലക്കുട എത്തി ഗൈസ്. ഇനി 3 more kilometers to go. വൺ സൈഡ് ഇപ്പൊ വന്നത് ഏകദേശം 5:10 5:30 5:50 ഉണ്ടാവും. തിരിച്ചു വന്നത് ടോട്ടല് 1150 കിലോമീറ്റേഴ്സ് നമ്മ ഈ ടൂറിൽ കറങ്ങി 1150. ഇപ്പൊ അവിടെ നിന്ന് റിട്ടേൺ വന്നപ്പോ ഞാൻ ട്രിപ്പ് അടിച്ചു. ഇപ്പൊ 5 ton ആയി. അപ്പൊ ഇതൊക്കെ 5:30 നമ്മൾ പൊടിച്ചെരിഞ്ഞ് അടിച്ചിട്ട് 6:59 കാണിക്കണ്ടായ. ഇപ്പോഴും സ്റ്റിൽ എത്ര 464 പോകുന്ന കാണിക്കുന്നുണ്ട്. 700 പ്രാവശ്യം കാണിച്ചു. പിന്നെ അതിനാണ്ട് ഇപ്പോഴും 460. കണക്കൊക്കെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റാണ്. ആവറേജ് 20 point something കിട്ടി. അപ്പോൾ ആവറേജ് എത്രയാണ്?
പോയി ഒന്ന് കുളിക്കണം. കുളിക്കാനല്ല നിനക്ക് ടോയ്ലറ്റ് പോരാന്നല്ലേ? അത് വേണം. നോണ പറയണോ? അല്ല ഞാൻ ചൂടാലത്തെ കുളിക്കാൻ അറിയില്ലേക്ക് മേല് എടുത്തിട്ട്. കുളിക്കണമെന്നല്ല പറഞ്ഞ. ഇല്ല ചൂടാലത്തെ കുളിച്ചു. ടോയ്ലറ്റ് പോണെന്നല്ല പറഞ്ഞ. അതുണ്ട്. ഓ അത് ശരി ബൈ.